കാഴ്ച മങ്ങുന്നതിന് കാരണമാകുന്ന നമ്മുടെ കണ്ണുകളെ ബാധിക്കുന്ന തിമിരം. പ്രമേഹമുള്ള ആളുകളിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തിമിരം ഉണ്ടാവാം. അപ്പൊ ഇതിനെ പ്രതിരോധിക്കുന്നതിന്, തിമിരം വരാതിരിക്കുന്നതിന് ആയുർവേദത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ധീരജ്. നമ്മുടെ കണ്ണിലെ ലെൻസ് എന്ന് പറയുന്നത് ഒരു സുതാര്യമായ, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് പോലുള്ള ഒരു സ്ട്രക്ചറാണ്. അപ്പൊ ഈ രക്തത്തിൽ ഉയർന്നു നിൽക്കുന്ന പഞ്ചസാര, അതാണല്ലോ പ്രമേഹത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലായിരിക്കും രക്തത്തിൽ. ഈ ഉയർന്നു നിൽക്കുന്ന പഞ്ചസാര ഈ ലെൻസിനുള്ളിലേക്ക് കടന്നു കയറുകയും കൂടുതലായിട്ട് ലെൻസിലേക്ക് എത്തിയ പഞ്ചസാരയെ ഒരു ചില എൻസൈംസ് ഉണ്ട്, അത് സോർബിറ്റോൾ എന്ന് പറയുന്ന ഒരു കെമിക്കലാക്കി മാറ്റുകയും ചെയ്യും. ഈ സോർബിറ്റോളിന് ഒരു പ്രത്യേകതയുണ്ട്, ഇത് വെള്ളത്തിനെ ആഗീരണം ചെയ്യും, വാട്ടറിനെ അബ്സോർബ് ചെയ്യും. അങ്ങനെ ലെൻസിൽ വെള്ളക്കെട്ടുണ്ടാവും, അതായത് വാട്ടർ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കും ലെൻസിൽ. അപ്പോൾ ആ ലെൻസിന്റെ സുതാര്യത, ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് കുറഞ്ഞു വരും. അതിനോടൊപ്പം തന്നെ ഈ ലെൻസിലുള്ള ചില പ്രോട്ടീൻസ് ഉണ്ട്, അതിന്റെ സ്ട്രക്ചർ നിലനിർത്തുന്ന. ഈ പ്രോട്ടീൻസിന് ചില കേടുപാടുകൾ സംഭവിക്കും. കൂടി നിൽക്കുന്ന ഗ്ലൂക്കോസ് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്ത് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എന്നൊക്കെ പറയും. അതിന്റെ ഫലമായിട്ടും ഈ ട്രാൻസ്പെറൻസി കുറഞ്ഞു വരും. അപ്പൊ എന്താ പറ്റുക? നമ്മുടെ കണ്ണിനുള്ളിലേക്ക് പ്രകാശം കടന്നു പോവില്ല, റെറ്റിനയിൽ പ്രകാശം എത്തില്ല, ലെൻസിന്റെ ട്രാൻസ്പെറൻസി കുറഞ്ഞതുകൊണ്ട്. അങ്ങനെയാണ് നമുക്ക് കാഴ്ചക്കുറവിലേക്ക് എത്തുന്നത്. അപ്പൊ ഇതിന്റെ പരിഹാരമാർഗം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ത്രിഫല രസായനം, നെല്ലിക്ക, താനിക്ക, കടുക്ക പോലുള്ള മരുന്നുകൾ, ഇരട്ടി മധുരം, ഇത് നെയ്യിൽ ചേർത്ത് കഴിക്കുന്ന ത്രിഫല രസായനം പോലുള്ള ചില പ്രിപ്പറേഷൻസ് വളരെ എഫക്റ്റീവാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ കണ്ണിലേക്ക് എഴുതുന്ന അഞ്ജനങ്ങൾ, ഇളനീർ കുഴമ്പ് പോലുള്ള മരുന്നുകളൊക്കെ അതിൻ്റെ അവസ്ഥകൾ നോക്കി കൃത്യമായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതിനെ പ്രതിരോധിക്കാൻ സാധിക്കും ഒരു പരിധി വരെ. അതിനോടൊപ്പം തന്നെ പ്രമേഹം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക. ഇനി തിമിരം വന്ന ആളുകളിൽ ഒരു തുടക്ക സ്റ്റേജിലാണ്, എയർലി സ്റ്റേജിലൊക്കെ ആണെങ്കിൽ പലർക്കും സർജറി ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അൺകൺട്രോൾഡ് ഡയബറ്റിക്, ഷുഗർ കൺട്രോൾഡ് അല്ല, അല്ലെ മറ്റു കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള ആളുകളിൽ, ഓപ്പറേഷൻ അഡ്വൈസബിൾ അല്ലാത്ത ആളുകളിൽ നമ്മൾ ആയുർവേദത്തിൽ ചെയ്തു വരുന്ന നേത്രധാര, ഈ അഞ്ജനങ്ങൾ, ഉള്ളിലേക്ക് കൊടുക്കുന്ന ചില മരുന്നുകൾ ത്രിഫലയുടെ കൊണ്ട് നമുക്ക് ആ തിമിരത്തെ മുന്നോട്ട് കൂടി പോകാതെ ആ ഉള്ള കാഴ്ചയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് ഒരു പരിധിവരെ സാധിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്.